ഹായ് ഫ്രണ്ട്സ്, പത്തനംതിട്ടയിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു കിടിലൻ എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം തന്നെയായിരിക്കും ഇത്. അങ്ങനെ വേണുവും രേവതിയും അനാമികയും കാണിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ആദർശ് തുറന്നു കാണിക്കുന്നുണ്ട്, തെളിവ് സഹിതം തന്നെ. ഒടുവിൽ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ജാനകി തന്നെ വേണുവിനെയും രേവതിയും അവിടുന്ന് അടിച്ചിറക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കലക്കൻ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അനാമികയെ ഒരു ദിവസം വേണുവും രേവതിയും കൂടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ അവരുടെ വിഷമഭാവം കാണുമ്പോൾ എന്താ അച്ഛാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇപ്പൊ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണെന്ന് അനാമികയെ അറിയിക്കുന്നുണ്ട് വേണു. മരുന്ന് വാങ്ങാൻ പോലും കാശില്ലാത്ത സ്ഥിതിയിലാണ് ഞങ്ങളെന്നും ഞങ്ങളെ സഹായിക്കണമെന്നും അനാമികയോട് ആവശ്യപ്പെടുകയാണ് വേണു. അതിന് എന്റെ കയ്യിൽ എവിടുന്ന കാശെന്ന് അനാമിക ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, മോളുടെ കഴുത്തില് അനി കെട്ടിയ ഈ താലിമാല കിടക്കുമല്ലേ, അത് വിറ്റാൽ തന്നെ ഒരു 10-20 പവന്റെ കാശെങ്കിലും നമുക്ക് കിട്ടുമല്ലോ മോളെ. അത് വെച്ച് ഞങ്ങൾക്ക് കുറച്ചു നാളെ സന്തോഷമായി ജീവിക്കാം. അതുകൊണ്ട് നീ അതങ്ങോട്ട് ഊരിത്തരാൻ രേവതി പറയുന്നത് കേട്ട് അനാമികയാണെങ്കിൽ ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ തമാശ പറയുകയാണോ? അനി എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയല്ലേ ഇത്? അതെങ്ങനെയാമ്മേ ഞാൻ അമ്മയ്ക്ക് എഴുതി തരുന്നത്? അത് മാത്രമല്ല, ഇത് ഊരി തന്നാൽ പിന്നെ അനന്തപുരി തറവാട്ടിൽ എനിക്ക് എന്ത് വിലയാ ഉള്ളത്? അവരൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി കൊടുക്കും? ഉടനെ വേണു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അക്കാര്യം ഓർത്ത് മോള് പേടിക്കണ്ട. താലിമാല കളഞ്ഞു പോയെന്നങ്ങ് കള്ളം പറഞ്ഞേക്ക്. എന്തായാലും മോള് അനിയെ ഭർത്താവായിട്ടൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ അവൻ കെട്ടിയ താലിമാലയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാ? ഈ മാല കൊണ്ട് മോളുടെ അച്ഛനും അമ്മയ്ക്കും എങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല അത് ഊരി കൊടുക്കാനായിട്ട്. എങ്കിലും വേണുവും രേവതിയും ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണല്ലോ. മാത്രമല്ല അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അനാമിക ഒടുവില് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി താലിമാല അങ്ങോട്ട് ഊരി കൊടുക്കുകയാണ് അവർക്ക്. വേണുവും രേവതിക്കാണെങ്കിലും അത് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. കാരണം തട്ടിപ്പും വെട്ടിപ്പും നടത്തി ആഡംബരം അനന്തപുരിക്കാരുടെ മുമ്പിൽ ആഡംബരം കാണിക്കാൻ വേണ്ടി ഒരുപാട് പൈസ പലരുടെയും നിന്നും കടം വാങ്ങിയിട്ടുണ്ട് ഈ വേണു. ഈ മാല വിറ്റ് കഴിഞ്ഞാൽ കുറെയെങ്കിലും ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം കടം കുറെയെങ്കിലും തീർത്ത് കൊടുക്കാമല്ലോ എന്നോർത്ത് ആശ്വാസമാകുന്നുണ്ട്. മാലയൊക്കെ ഊരി കൊടുത്തു കഴിഞ്ഞിട്ട് അനാമിക വീണ്ടും അനന്തപുരിയിലേക്ക് കയറി ചെല്ലുകയാണ്. കഴുത്തൊഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ താലിമാലയ്ക്ക് പകരം വേറൊരു മാലയൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുത്തശ്ശി അത് കറക്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. താലിമാലയ്ക്ക് പകരം മറ്റൊരു മാല അനാമികയുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി തുറന്നു തന്നെ ചോദിക്കുന്നുണ്ട്, മോളെ നിന്റെ താലിമാല എവിടെ പോയെന്ന്. നല്ല ദേഷ്യത്തോടു കൂടി തന്നെയാണ് മുത്തശ്ശി അത് ചോദിക്കുന്നത്. അനാമികയ്ക്കാണെങ്കിലും ഉറപ്പുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ആരെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അനാമിക എടുത്തടിച്ച് മറുപടി കൊടുക്കുകയാണ്. അത് പിന്നെ മുത്തശ്ശി, എന്റെ താലിമാല കളഞ്ഞുപോയി. ഞാൻ എവിടെയോ ഊരി വെച്ചതാ. ഒരുപാട് തെരഞ്ഞിട്ടും അതെവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ പലയിടത്തും നോക്കി, പക്ഷെ അത് എവിടെയോ മിസ്സായി പോയി മുത്തശ്ശി. ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ സങ്കടം അഭിനയിച്ചുകൊണ്ട് കള്ളം തട്ടിവിടുകയാണ് അനാമിക. മുത്തശ്ശിക്കാണെങ്കിൽ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് ദേഷ്യമാവുന്നുണ്ട് അനാമികയോട്. അത്രയും പവിത്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട താലിമാലയൊക്കെ അനാമിക ഒരു ശ്രദ്ധയും കൊടുക്കാതെ കളഞ്ഞു വന്നിരിക്കുന്നു. ഇത് ഓർക്കുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഇപ്പൊ കളഞ്ഞു വന്നിരിക്കുന്നത് അനിമോൻ കെട്ടിയ താലിമാലയാണ്. നീ അവന്റെ ഭാര്യ എന്നുള്ള അടയാളം. ആ മാല പോലും സൂക്ഷിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഭർത്താവ് മരിച്ച ഭാര്യമാര് താലിമാല അയച്ചു വെക്കും. ഇതങ്ങനെയൊന്നും അല്ലല്ലോ. ഇതൊന്നും അംഗീകരിച്ചു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതേ സമയം ദേവയാനിയും അങ്ങോട്ട് വരുന്നു. മുത്തശ്ശിയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുന്ന അനാമിക, മുത്തശ്ശിയുടെ കൊച്ചുമോനായിട്ടുള്ള അനിയെന്ന് പറയുന്നവനെ എനിക്ക് മരിച്ചതിന് തുല്യമാണ്. അവൻ എന്നെ ഭാര്യയായി സ്നേഹിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എന്തിനാ അവൻ കിട്ടിയ താലിമാല അത് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത്? എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ആ താലിമാല എന്റെ കഴുത്തിൽ കിടക്കുന്നതും കിടക്കാത്തതും ഒക്കെ എനിക്കിപ്പോ ഒരുപോലെയാ എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അനാമിക. ദേവയാനിക്കാണെങ്കിലും അനാമികയുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ അവളോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അതേസമയം ജാനകിയും വരുന്നു. കാര്യങ്ങളെല്ലാം ജാനകി അറിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന ദേവയാനി ജാനകി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണുമ്പോൾ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നിനക്ക് നിന്റെ മരുമകളെ ഒന്നും പറയാനില്ലേ? അനാമിക മകളുടെ എല്ലാ തെറ്റും അംഗീകരിച്ചു കൊടുക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം? അങ്ങനെയാണെങ്കിലേ നീ തന്നെ അവസാനം ദുഃഖിക്കേണ്ടി വരും. അത് നീ ഓർത്തു വെച്ചോ. ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമക്കളാണ് നയനമോളും നവ്യമോളും. ഇത്രയും കാലമായിട്ടും ഭർത്താവ് കെട്ടിയ താലിമാല അവർ ഊരി മാറ്റാനോ നഷ്ടപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. എന്നാൽ നിന്റെ മരുമകൾ അങ്ങനെയാണോ? കയറി വന്നില്ല, അപ്പോഴേക്കും കെട്ടുതാലി നഷ്ടപ്പെടുത്തി. മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, താലിമാല ഇല്ലെങ്കിലേ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവ് മരിച്ചതിന് തുല്യമാണ്. ഞങ്ങളുടെ അനിമോനെ കുറിച്ച് മോൾക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നി? അനാമികയാണെങ്കിലും
ഒന്നും പറയാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കൂടെ തന്നെയും അനാമികയും കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ജാനകി പറയുന്നുണ്ട്, മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പറഞ്ഞു അനാമിക മോളോട് താലി അഴിച്ചു വയ്ക്കാൻ. പിന്നെ മോള് പറഞ്ഞല്ലോ, മോൾ അത് അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയതൊന്നും അല്ല. അങ്ങനെ അവള് ചെയ്യില്ല, അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ, അത് ഇത്ര വലിയ പ്രശ്നമൊന്നും ആക്കാനില്ല. പിന്നെ മോളെ അനാമികെ, നീയാണെങ്കിലും ഇക്കാര്യത്തിൽ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. നിനക്ക് ഞാൻ അനിമോനോട് പറഞ്ഞു വേറൊരു നല്ല മാല വാങ്ങിച്ചു തരാം. അല്ലെങ്കിലേ കള്ളന്മാരുള്ള വീടാ. അങ്ങനെയുള്ള സ്ഥിതിക്ക് താലിമാലയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കണ്ടേ മോളെ എന്നിങ്ങനെ നയനയും നവ്യയും ഉദ്ദേശിച്ച് ജാനകി മുന വെച്ച് പറയുന്നുണ്ട്. ആ പറഞ്ഞത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവയാനിക്കും നയനയ്ക്കും നവ്യയ്ക്കും ഒക്കെ. നവ്യ എടുത്തടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ, നിങ്ങളുടെ അനാമിക മോളുടെ താലിമാല മോഷ്ടിക്കേണ്ട ഗതികളൊന്നും എനിക്കും എന്റെ അനിയത്തിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുമല്ല, ഈ വീട്ടിൽ നിന്ന് മാലയൊക്കെ മോഷ്ടിക്കുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ വീഡിയോ സഹിതം ഞാൻ എന്റെ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മറന്നോ? ഇനി എന്നെയും നയനെയും പറ്റി മോശമായിട്ട് ഒരു വാക്ക് നിങ്ങൾ സംസാരിച്ചാലുണ്ടല്ലോ, ഞാൻ എടുത്തു വെച്ച വീഡിയോ അതെല്ലാവരെയും അങ്ങോട്ട് കാണിക്കും. ഇത്രയും കേൾക്കുന്നതും ജലജയ്ക്ക് പേടിയാവുന്നുണ്ട്. ജലജയുടെ വായടയുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. അനാമിക റൂമിലോട്ട് പോകുന്നുണ്ട്. ശേഷം അനിയോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. എന്റെ താലിമാല എവിടെയോ മിസ്സായെന്നും നീ എനിക്ക് പുതിയൊരു താലിമാല വാങ്ങിച്ചോണ്ട് വാ, എന്നിട്ട് എന്റെ കഴുത്തിലിട്ടുക എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ് കേട്ടോ. ഉടനെ അനിയാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എടി, ഭർത്താവ് കെട്ടിയ താലി പോലും മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ അറിയാത്തവളാണ് നീ. അങ്ങനെയുള്ള നിനക്കേ ഒന്നല്ല 50 താലിമാല വാങ്ങിച്ചു തന്നാലും നീ അതിന് വില കൊടുക്കില്ല. ഇനി വാങ്ങിച്ചു തന്നാലും നിന്റെ കഴുത്തിൽ എന്നെ കൊണ്ട് താലി കെട്ടാനൊന്നും പറ്റില്ല. ഒരു കണക്കിന് ആ താലിമാല നഷ്ടമായത് നന്നായെന്നാ എനിക്കും തോന്നുന്നത്. ഇനി ഞാൻ കെട്ടിയ താലിയാണെന്ന് അധികാരം പറഞ്ഞ് നീ എന്റെ പിന്നാലെ വരില്ലല്ലോ. അത്രയും ആശ്വാസമായി. അനിയുടെ വായിൽ നിന്നും ഇത്രയും കേൾക്കുന്നതും അനാമിക പിന്നീട് അതൊരു വലിയ പ്രശ്നമാക്കി തീർക്കുകയാണ്. ജാനകിയോടും വേണുവിനോടും രേവതിയോടും ഒക്കെ അനിയെ കുറ്റക്കാരനാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ് അനാമിക പിന്നീട്. എന്തായാലും ഈ കാര്യം അറിയുന്നതും വേണുവും രേവതിയും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട്. അവർ ഈ ഒരു വിഷയം വലിയൊരു പ്രശ്നമാക്കി തീർക്കാൻ തന്നെ തുടങ്ങുകയാണ്. എല്ലാവരോടായിട്ട് അവർ പറയാണ്, എന്റെ മോൾക്ക് ഇത്തിരി സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത തറവാടാണോ അനന്തപുരിക്കാരുടേത്? അതൊന്നും ഞാൻ മുമ്പേ അറിയാതെ പോയി. ഒരു തെറ്റ് പറ്റിപ്പോയി. പേര് കേട്ട കുടുംബക്കാരാണെന്ന് കരുതിയ ഞാൻ എന്റെ മോളെ ഇവനെ കൊണ്ട് കെട്ടിച്ചത്. എത്രയോ വലിയ വലിയ വീട്ടിലെ ആലോചനകളാ എന്റെ മോൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലോ എന്റെ മോൾക്ക് ഇവനെ തന്നെ മതിയെന്ന് പറഞ്ഞു വാശി പിടിച്ചു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവനെപ്പോലെ ഒരു മണഗുണാഞ്ചനെയാണല്ലോ എന്റെ മോൾക്ക് കിട്ടിയത്. ദേവയാനിയോടും പറയാണ്, എന്റെ മോൾക്ക് ഒരു താലിമാല പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവരാണല്ലോ ദേവിയേച്ചി ഇവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ അനിയെ. ദേവയാനി നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് വേണുവിന്. അനാമികയുടെ അച്ഛൻ എന്തിനാ അനിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അനിമോനെ ആദർശിനെ പോലെ തന്നെ കഴിവ് തെളിയിച്ചവനാണ്. അതുകൊണ്ടല്ലേ മോന് സിനിമയിൽ വരെ അവസരം കിട്ടിയത്. ഉടനെ തന്നെ അനിമോൻ വലിയൊരു മ്യൂസിക് ഡയറക്ടറും ആവാൻ പോവുക. അതുകൊണ്ടേ അങ്ങനെയുള്ള അനിമോനെ പറ്റി കുറ്റപ്പെടുത്തലൊന്നും നടത്തണ്ട. മുത്തശ്ശൻ ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് അവൻ അനാമിക മോൾക്ക് ഒരുപാട് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അവൻ ഒരിക്കലും അത് ചെയ്യില്ല. കാരണം അവൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെയുള്ള അനിമോനെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത് എന്നെല്ലാം ദേവയാനി തിരിച്ചു പറയുന്നുണ്ട് വേണുവിനോടും രേവതിയോടും. എന്നാൽ വേണു അടങ്ങുന്നില്ല. വീണ്ടും പറയുകയാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മോളെ വളർത്തിക്കൊണ്ടു വന്നതേ ഒരു രാജകുമാരിയെ പോലെയാ. എന്നിട്ടും അങ്ങനെയുള്ളവൾക്ക് ഈ വീട്ടിൽ വന്ന ശേഷം രാജകീയമായ വല്ല ജീവിതവും ഇവിടെ കിട്ടുന്നുണ്ടോ? ഒരു മോതിരം പോലും അവളുടെ ഭർത്താവെന്ന് പറയുന്നത് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്റെ മോൾക്ക്. അതിനു പകരം അവൻ വാങ്ങിച്ചു കൊടുക്കുന്നത് മുഴുവൻ അവന്റെ കാമുകിക്കാണല്ലോ. ഇവളുടെയൊക്കെ അനിയത്തി ആ നന്ദുവിന് അവൾക്ക് എത്ര മോതിരമായിരിക്കും ഇവൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവുക? ഒരു കാര്യം മനസ്സിലായി, അനന്തപുരിക്കാർക്ക് ഈ പുറമോടി മാത്രമേ ഉള്ളൂ. അകത്തൊക്കെ വലിയ കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് രേവതിയും കണക്കിന് പരിഹസിക്കുന്നുണ്ട് എല്ലാവരെയും. ഉടനെ നയന വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതെ, അനാമികയുടെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കാർക്കും ഇതുവരെ ഇല്ലാത്ത കഷ്ടപ്പാട് എങ്ങനെയാ അനാമികയ്ക്ക് വന്നത്? അനാമികയുടെ അമ്മയും അച്ഛനും ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ആരും ഒരു കുറവും ഇല്ലാതെയാണ് അനാമികയെ ഇവിടെ നോക്കുന്നത്. എന്നാൽ നയന ഇക്കാര്യത്തിൽ വന്ന് ഇടപെട്ടത് രേവതിക്കും വേണുവിനും കൂടുതൽ ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട്. നയനയുടെ ഈ വാക്കുകൾ കേട്ട് രേവതി ചോദിക്കുന്നുണ്ട്, എന്റെ മോൾക്ക് ഈ വീട്ടിൽ ഒരു കുറവില്ലെന്ന് നീയാണോടി തീരുമാനിക്കുന്നത്? പിന്നെ നിന്നെ പോലെ ചെറ്റക്കുടിൽ നിന്ന് വന്നവളല്ല എന്റെ അനാമിക മോള്. വലിയ കൊട്ടാരത്തിൽ ജനിച്ചവളാ. ചിലപ്പോ നീയും നിന്റെ ചേച്ചിയും കൂടിയിട്ടായിരിക്കും എന്റെ അനാമിക മോളുടെ താലിമാല മോഷ്ടിച്ചത്. നേരത്തെ ദേവേച്ചിക്ക് കൊടുത്ത നെക്ലേസ് മോഷ്ടിച്ചതും നീ തന്നെയാണല്ലോ. അപ്പൊ ഇത് മോഷ്ടിച്ചതും നീ തന്നെയായിരിക്കും.
എന്നിട്ട് ദേവയാനിയോടായിട്ട് പറയാ, ദേവേച്ചി ഇവളുടെ ചെകിടത്ത് നോക്കി ഒരെണ്ണ കൊടുക്ക്. അങ്ങനെ കൊടുത്താലേ തത്ത പറയുന്നത് പോലെ എല്ലാ സത്യങ്ങളും ഇവള് പറയും. അന്ന് കൊടുത്തത് ഓർമ്മയില്ലേ ദേവേച്ചിക്ക്? അതുപോലെ ഒരെണ്ണം വീണ്ടും കൊടുക്ക് ഇവൾക്ക്. ഈ ദേവേച്ചിക്ക് വൈകലേ അത് ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞ് നയനയെ തല്ലാനായിട്ട് രേവതി കൈ പൊക്കുന്നതും ദേവയാനി വേഗം വന്നിട്ട് രേവതിയുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് രേവതിയുടെ മുഖത്ത് നോക്കി, എനിക്ക് പറ്റില്ല രേവതി, ഈ നിൽക്കുന്നത് രേവതിയുടെ മരുമകളാണോ? അല്ലല്ലോ, എന്റെ മരുമകളല്ലേ പറയുന്നത്. പിന്നെ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഇത്രയും കാലം ഞാൻ അനാമികയോട് ദേഷ്യപ്പെട്ടിട്ടോ വഴക്ക് പറയാനോ ഒന്നും ചെന്നിട്ടില്ല. പക്ഷെ താലിമാല കാണാതെ പോയത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രേവതി ആദ്യം തല്ലേണ്ടത് നയനെയല്ല, സ്വന്തം മോളെ തന്നെയാ. താവിന്റെയും താലിമാലയുടെയും ഒക്കെ മഹത്വം എന്താണെന്ന് രേവതി ആദ്യം സ്വന്തം മകൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. എന്നിട്ട് മതി ബാക്കിയുള്ളവരെ തല്ലുന്നത്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മരുമകൾ ഇതുവരെ ആദർശമോൻ കെട്ടിയ താലി ഊരാനോ അത് നഷ്ടപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. അനാമിക മോള് താലിമാല നഷ്ടപ്പെടുത്തിയത് അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാ. അതിന് ഈ വീട്ടിലുള്ളവരെ എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടെ കുറ്റം പറയുന്നത്? നിങ്ങളുടെ മകളെ ആദ്യം ചോദ്യം ചെയ്യേ, എന്നിട്ട് താലിമാല എവിടെയാണ് നഷ്ടപ്പെടുത്തിയതെന്ന് കണ്ടെത്ത് എന്നിങ്ങനെ നല്ല ചുട്ട മറുപടി തന്നെ ദേവയാനി വേണുവും രേവതിക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ വേണുവും രേവതിയും ഉണ്ടോ അതിന് തുനിയുന്നു. അവര് പുതിയൊരു അടവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കളഞ്ഞുപോയ മാല തപ്പി നടക്കാനൊന്നും സമയമൊന്നുമില്ല. 15 പവന്റെ താലിമാലയാണ് കാണാതെ പോയത്. പക്ഷെ അതിന്റെ ഇരട്ടി സ്വർണം വാങ്ങിച്ചോണ്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രേവതിയോട് വേണു പറയുന്നുണ്ട്, രേവതി നീ ആ ബോക്സ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തേ, അനന്തപുരിക്കാരൊക്കെ ഒന്ന് കാണട്ടെ ഞങ്ങളുടെ പത്രാസ്. പിന്നെ അണി കെട്ടിക്കൊടുത്ത താലിമാല പോലെയൊന്നും അല്ല ഞാൻ എന്റെ മോൾക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല, 25 പവന്റെ മാലയാ. അനന്തപുരിക്കാരെ കൊണ്ട് ഇത്രയൊന്നും വാങ്ങിക്കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ആ മാല എല്ലാവരുടെയും മുമ്പിൽ കാണിക്കുകയാണ് കേട്ടോ വലിയ ഗമയില് വേണു രേവതിയും. എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയുണ്ട് ഈ താലിമാല, നിനക്ക് ഇഷ്ടമായോ? അനാമികയ്ക്കാണെങ്കിലും അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷാവുന്നുണ്ട്. അതേസമയം ഇത്രയും വലിയ സ്വർണ്ണമാല വാങ്ങാൻ അച്ഛന്റെ കയ്യിൽ എവിടുന്ന കാശൊന്നും അനാമിക ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ വേണുവിനോട് പറയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി അച്ഛാ ഈ മാല. അല്ല, ഇത് ഏത് ജ്വല്ലറിൽ നിന്നാ മേടിച്ചത്? അനി കെട്ടിത്തന്ന മാലയ്ക്ക് എന്തായാലും ഇത്രയും കനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അനാമിക ആ മാല എടുത്ത് തിരിച്ചും മറിച്ചും നോക്കുകയാണ്. അതിന്റെ ഭംഗി അങ്ങനെ ആസ്വദിക്കുകയാണ്. വേണു വലിയ ഗമയിൽ പറയുന്നുണ്ട്, മോളെ ഇത് മൂർത്തീസ് ജ്വല്ലറിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല, അതിനേക്കാളും വലിയ ജ്വല്ലറി നമ്മുടെ നാട്ടിലുണ്ട്, ഞാൻ അവിടെ നിന്ന് മേടിച്ചതാ. പിന്നെ മോൾക്ക് ഇനി എത്ര സ്വർണം വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെയുള്ളവർക്ക് നയനയ്ക്ക് സ്വർണം കൊടുക്കാൻ മാത്രമല്ലേ പറ്റത്തുള്ളൂ. പക്ഷെ എന്റെ മോൾക്ക് എത്ര സ്വർണം മേടിച്ചു തരാനും ഈ അച്ഛനുണ്ട്. എന്തായാലും വേണുവിന്റെ ഈ ബടായി കേട്ടിട്ട് അനാമികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് മാലയാണെന്ന്. അതുകൊണ്ട് തന്നെ സ്വകാര്യത്തില് അനാമിക പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണുവിനോട്, അച്ഛൻ ഇങ്ങനെ ഒരുപാട് ഓവർ ആക്കല്ലേ, ഇവിടെ ഉള്ളവർക്ക് ഡൗട്ട് എങ്ങാനും തോന്നിയാലേ പിന്നെ അതും മതി. കളർ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്ക് നന്നായിട്ടും അറിയാം, അത് മറ്റുള്ളവരെ കൂടെ അറിയിക്കണോ അച്ഛാ എന്നൊക്കെ വേണുവിന്റെ ചെവിയിൽ പറയുന്നുണ്ട് കേട്ടോ അനാമിക. ഇതൊക്കെ കണ്ടിട്ട് ജാനകി ദേവയാനിയോട് പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി, എന്റെ മരുമകളുടെ കുടുംബത്തിന്റെ അന്തസ് ഏട്ടത്തി കണ്ടില്ലേ? 15 പവൻ പോയാലെന്താ, 25 പവന്റെ മാലയല്ലേ അനാമികകളുടെ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നേ. എല്ലാം എന്റെ അനിയുടെ ഭാഗ്യം. അനിയോട് പറയാണ് ജാനകി, എടാ നീ നോക്കി നിൽക്കാതെ ഈ താലിമാല അനാമികകളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. എനിക്കാണെങ്കിൽ അതിനോട് ഒട്ടും താല്പര്യമില്ല. അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അവളുടെ കഴുത്തിൽ കിടന്നിരുന്ന താലി അത് പോയെന്നോർത്ത് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവളുടെ തന്തയുടെ വക മറ്റൊരു താലി. അതും വിചാരിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അനി ആ മാല എടുത്ത് അനാമികയ്ക്ക് ഇട്ടുകൊടുക്കാനായിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് അങ്ങോട്ട് എത്തുന്നുണ്ട്. ആദർശിനെ കാണുന്ന ജാനകി ആദർശിനോടും പറയുകയാണ്, നീ കണ്ടോടാ ആദർശെ, എന്റെ മരുമകളുടെ വീട്ടുകാരെ അവൾക്ക് വീണ്ടും സ്വർണം കൊടുത്തിരിക്കുന്നു. 25 പവന്റെ മാലയാണ് വേണുവേട്ടൻ കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇപ്പൊ അവരുടെ അന്തസ്സിനെ പറ്റി യാതൊരു സംശയവും ഇല്ലല്ലോ അല്ലേ? നിന്റെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു 10 പവനെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോടാ ആദർശെ? എന്റെ അനാമികമോളുടെ വീട്ടുകാരുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ആ ഗോവിന്ദനും കനകയ്ക്കൊക്കെ ഉണ്ടോടാ? അങ്ങനെയും പറഞ്ഞിട്ട് ജാനകി ആ മാല ഉണ്ടല്ലോ അതങ്ങോട്ട് ആദർശിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ആദർശ് അത് വാങ്ങി നോക്കിയ ശേഷം പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ജാനകിയോട് ചോദിക്കുകയാണ്, ഇതാണോ ഇളയമ്മ 25 പവന്റെ മാല? ഇളയമ്മയ്ക്ക് എന്താ വട്ടായോ? ഇത് സ്വർണ്ണമാലയൊന്നുമല്ല, കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് മാലയാ. ഏതോ വെറും ലോക്കൽ കടയിൽ നിന്ന് എടുത്ത 500 രൂപ വില മതിക്കുന്ന സാധാരണ മാല. അല്ല, അനാമികമോളുടെ അച്ഛൻ ഇത് ഏത് ജ്വല്ലറിൽ നിന്നാ മേടിച്ചത്? എന്തായാലും കൊള്ളാമെന്ന് പറഞ്ഞ് ആദർശ് കളിയാക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ വേണുവിനെയും രേവതിയും ഒക്കെ.
ജാനകി ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ആദർശനോട് പറയും, എടാ ആദർശേ, നീ ദുഷ്ടതരം പറയാതെ നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഇതുപോലൊന്നും വാങ്ങിക്കാൻ ഗതിയില്ലെന്ന് പറഞ്ഞെന്ന് കരുതി അത് മനസ്സിലിട്ട് നീ എന്റെ മരുമകളുടെ വീട്ടുകാരെ അപമാനിക്കാൻ നിൽക്കരുത് കേട്ടോ. വേണുവിനും അനാമികയ്ക്കും രേവതിക്കും ഒക്കെ ശരിക്കും പേടിയാവുന്നുണ്ട്. കാരണം ഉള്ള കാര്യമാണല്ലോ ആദർശ് ഇപ്പൊ തുറന്നു പറഞ്ഞിരിക്കുന്നത്. എങ്ങാനും ആദർശ് ഇത് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ പണി പാളുമല്ലോ എന്നാണ് അവര് മനസ്സിൽ വിചാരിക്കുന്നത്. എന്തായാലും അവര് ഭയന്നതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ആദർശ് ആ മാല നന്നായിട്ടൊന്ന് ഉരച്ചു നോക്കുകയാണ്. അപ്പോഴേക്കും അതിന്റെ കളറൊക്കെ അങ്ങ് മങ്ങുന്നുണ്ട്. എന്നിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുക്കുകയാണ് ആദർശത്. എന്നിട്ട് ജാനകിയോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഇളയമ്മയ്ക്ക് മനസ്സിലായോ? ദേ, ഞാനൊന്ന് വെറുതെ ഉരച്ചു നോക്കിയതും ഇതിന്റെ കളറൊക്കെ ഇളകി വരാൻ തുടങ്ങി. എന്നാലും അനാമികകളുടെ അച്ഛ വാങ്ങിക്കുമ്പോ കുറച്ച് വില കൂടിയതെങ്കിലും വാങ്ങിക്കണ്ടേ? വേണുവൊക്കെ ആണെങ്കിൽ ചമ്മി നാറി നിൽക്കുകയാണ് അവിടെ. ആദർശ് എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഗോൾഡ് ബിസിനസ് ചെയ്യുന്നവരാണ്. സ്വർണവും മുക്കും കണ്ടാലേ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കും മുത്തച്ഛനും ഒക്കെ നന്നായിട്ടുണ്ട്. ജാനകിയാണെങ്കിലും ആകെ നാണം കെട്ടു പോകുന്നു. തല കുനിച്ചു നിൽക്കേണ്ടി വരികയാണ് ജാനകിക്ക്. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, 500 രൂപയുടെ മാലയും കൊണ്ടുവന്നിട്ടാണോ വേണു ഇങ്ങനെ പത്രാസ് കാണിക്കേണ്ടത്? ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? സ്വർണം കണ്ടിട്ടില്ലാത്ത പോലെ ആയിരുന്നല്ലോ രേവതിയുടെ സംസാരം. അതെ, സ്വർണം വേണ്ടുവോളം ഉള്ള കുടുംബം തന്നെയാ ഞങ്ങളുടേത്. ആ കുടുംബത്തിൽ വന്നിട്ടാണ് നിങ്ങൾ 25 പവന്റെ കണക്ക് അവതരിപ്പിച്ചത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? സ്വന്തം മോൾക്ക് 25 അല്ല 2 പവന്റെ മാല പോലും വാങ്ങിക്കൊടുക്കാൻ ഗതിയില്ലാത്തവരാണ് ഈ അനാമിക മോളുടെ വീട്ടുകാരെന്ന് ആകെ തകർന്നു നിൽക്കുകയാണ് കേട്ടോ ജാനകിയൊക്കെ. ജാനകിയോടൊപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, നിനക്കൊന്നും മിണ്ടാനില്ലേ? നിനക്ക് ഇപ്പോഴെങ്കിലും ബോധമായല്ലോ. ഏതായാലും ജാനകി എത്രയും പെട്ടെന്ന് അനാമിക കൊണ്ടുവന്ന 300 പവനൊന്ന് ഉരച്ചു നോക്കിക്കോ. ഏതാ ഇളകിപ്പോകാന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. പിന്നെ അനാമിക പറഞ്ഞു അനാമികയുടെ താലിമാല കാണാതെ പോയെന്ന്. അതിലും എനിക്ക് സംശയമുണ്ട്. ചിലപ്പോ ഇവള് തന്നെ ഇവളുടെ വീട്ടുകാർക്ക് അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ജാനകിയാണെങ്കിൽ അങ്ങേയറ്റം നാണം കെട്ടാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം മുഴുവൻ അനാമികയുടെ നേർക്ക് എടുക്കുകയാണ് കേട്ടോ ജാനകി. എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ അനാമിക നീ നിന്റെ അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിളിച്ചത്? അവരോട് വേഗം ഇറങ്ങിപ്പോവാൻ പറ. ഡ്യൂപ്ലിക്കേറ്റ് മാല ഇട്ടുകൊണ്ട് നടക്കേണ്ട ഗതികേടൊന്നും അനന്തപുരി തറവാട്ടിലെ മരുമക്കൾക്കില്ല. അതും പറഞ്ഞ് ജാനകി രേവതിയും വേണുവിനെയും ഒന്നും തുറിച്ചു നോക്കുന്നുണ്ട്. ചൂളിപ്പോകുന്നുണ്ട് വേണുവും രേവതി അത് കേട്ടിട്ട്. അങ്ങനെ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് രണ്ടെണ്ണവും കൂടി.